ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ അതുപോലെ വിളക്ക് കൊളുത്തിയിട്ടുണ്ട്. എല്ലാവരും ഇത് കൊളുത്തി പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ മനസ്സിന് നല്ല സമാധാനം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് മനസ്സിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയാൽ പോലും, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നാൽ പോലും നമുക്ക് അതിനെ തരണം ചെയ്യാനും ഉള്ള ഒരു മനഃശക്തിയൊക്കെ ഈ ദീപം കൊളുത്തുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് കേട്ടോ. ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ഒരാളായിരുന്നു ഞാൻ, കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും. പക്ഷേ ഇപ്പം എന്തെങ്കിലും ഒരു ടെൻഷൻ അടിക്കുന്ന എന്തെങ്കിലും ഒരു വിഷമ സിറ്റുവേഷൻ വന്നാൽ പോലും അതിനെക്കുറിച്ച് ഓവറായിട്ട് തിങ്ക് ചെയ്യാതെ നമ്മൾ ഒരു മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് നല്ല ശാന്തി കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാവരും ശ്രമിക്കുക, കൊളുത്താൻ ശ്രമിക്കുക. രാവിലെ എണീക്കാൻ മടിയുള്ളവർക്കും ഒത്തിരി ബുദ്ധിമുട്ടുള്ളവർക്കും ഒക്കെ ഉണ്ടല്ലോ, രാത്രിയിൽ നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞ് കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് കുളിച്ചിട്ട് കിടന്നാൽ രാവിലെ എണീറ്റ് ഒരു 5 മണിക്കുള്ള അലാറം വെച്ച് എണീറ്റ് കൈയും കാലും കണ്ണും മുഖവും കഴുകിയിട്ട് നമുക്ക് ഈ ദീപം കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. ഒരുപാട് മടിയുള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്താലും മതി. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ചിലരൊക്കെ അങ്ങനെ ഒത്തിരി രാവിലെ എണീറ്റ് കുളിക്കാൻ മടിയുള്ളത് കാരണം ഈ വിളക്ക് കൊളുത്താറില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇന്ന് ഒരു മഴയുടെ ലക്ഷണമായിരുന്നു ഫുള്ള്. വൈകുന്നേരം ആയപ്പോൾ നല്ല ശക്തിയായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു, ഇടിയും മിന്നലും ഒക്കെ ആയിട്ട്. ഒരു മണിക്കൂറോളം നീണ്ട മഴയായിരുന്നു. മഴ പെയ്യുമെങ്കിൽ ഇവിടെ വെള്ളമൊന്നും നിൽക്കാറില്ല കേട്ടോ. ഇങ്ങനെ വെള്ളം കുറച്ച് സമയം ഒന്ന് ഇതായിട്ട് വരും, പിന്നെ ഒരു അരമണിക്കൂറുള്ളിൽ തന്നെ അത് ഒഴുകി പോകാറുണ്ട്. ഇവിടുത്തെ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റേതാണ്. നമ്മൾ ഈ ന്യൂസിലൊക്കെ എപ്പോഴും കാണാറുണ്ട്, ഈ തിരുവനന്തപുരത്തൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ വെള്ളം നിൽക്കുമെന്ന്. അവിടുത്തെ ഈ വെള്ള സിസ്റ്റം, ഈ ഒഴുകുന്ന സിസ്റ്റത്തിന് നല്ല എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇല്ലേ അവർക്കത് മാറ്റിയെടുക്കാനെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. പിന്നെ മഴ പെയ്തു കഴിഞ്ഞപ്പോൾ നല്ലൊരു കാപ്പി ഇട്ട് കുടിക്കണമെന്ന് തോന്നി. അപ്പം കുറച്ച് ഉള്ളി ഉണ്ടല്ലോ, ഉള്ളി അധികം വാങ്ങിച്ചിട്ടിട്ടുണ്ട്. അപ്പം മോൻ എപ്പോഴും പറയാറുണ്ട്, അമ്മ ഉള്ളിവട ഉണ്ടാക്കുന്നു. അപ്പോൾ മഴ പെയ്തപ്പോൾ ഞാൻ കുറച്ച് ഉള്ളിവട ഉണ്ടാക്കിയിട്ടുണ്ട്. ഉള്ളിയും നമ്മുടെ മുളക് പൊടിയും കുറച്ച് അരിപ്പൊടിയും ഗോതമ്പ് പൊടിയാണ് എടുത്തത്. സാധാരണ മൈദയാണ് ചേർക്കാറുള്ളത്, ഇതിപ്പം ഗോതമ്പ് പൊടിയും കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. നല്ലതുപോലെ ഞെരടി പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്. പച്ചമുളക് ചേർത്തിട്ടില്ല, അതിന് പകരം എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തത്. അങ്ങനെ നല്ലതുപോലെ ഞെരടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ കാപ്പിയായിട്ട് നമ്മുടെ മസാല ചായയാണ് ഉണ്ടാക്കിയത് കേട്ടോ. മസാല ചായക്ക് ഞാൻ നമ്മുടെ ഡോക്ടർ ലളിത അപ്പുക്കുട്ടൻ്റെ ചാനൽ കാണുന്ന പോലെയാണ് ചെയ്തത്. അതിൽ ഞാൻ ഏലക്ക ചേർക്കുന്നുണ്ട്, മല്ലിയും ചേർക്കുന്നുണ്ട്. അത് ഞാൻ ചേർത്തിട്ടില്ല. ഈ ചൂട് തുടങ്ങിയതിന് ശേഷം ഞാൻ എണ്ണപ്പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാറില്ലായിരുന്നു. 1 മാസമായിട്ട് അവധിയായിട്ട് ഇരുന്നിട്ട് പോലും ഒന്നും ഉണ്ടാക്കി വെച്ചില്ല. സാധാരണ ഞാൻ അച്ചപ്പം, മുറുക്ക്, മിച്ചർ ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ഓയിലി ഫുഡ് കഴിയുന്നതും ഒഴിവാക്കുന്നതും നല്ലതാണല്ലോ ഈ ചൂട് സമയത്ത്. ഇനിയിപ്പം മഴയും തണുപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ഉള്ളത് ഉണ്ടാക്കി കഴിക്കാം. സൂപ്പുമൊക്കെ അതൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റിയായിട്ട് എല്ലാവരും കഴിക്കാറുമുണ്ട്. ഇന്ന് ചൊവ്വാഴ്ചയായിരുന്നല്ലോ. ഞാൻ കഴിഞ്ഞ ആഴ്ച തിങ്കളാഴ്ച തന്നെ നമ്മുടെ വെറ്റില ദീപം കൊളുത്തിപ്പോയായിരുന്നു, മറന്നുപോയായിരുന്നു. ചൊവ്വാഴ്ച കത്തിക്കേണ്ട വിളക്ക് തിങ്കളാഴ്ചയും കത്തിച്ചിരുന്നു. പക്ഷേ ഇന്ന് ചൊവ്വാഴ്ചയായപ്പോൾ ഞാൻ മറന്നുപോയി. പിന്നെ രാവിലെ കൊളുത്തിക്കൊണ്ടിരുന്ന ദീപമാണ്, അത് കൊളുത്താൻ പറ്റിയില്ല. ഇനി വൈകിട്ട് കൊളുത്തണം. ഇവൻ എൻ്റെ മോൻ കിടന്ന് ബഹളം വയ്ക്കുന്ന കാരണം ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ അവന് ഭയങ്കര ദേഷ്യം വരും. അത് കാരണം ഞാൻ വിചാരിച്ചു അത് കൊടുത്തിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പം അത് റെഡിയാക്കിയിട്ട് അടുത്ത പൂജയിലോട്ട് പോകണം. ഞാൻ മസാല ചായ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞല്ലോ, അത് ഞാൻ പൊടിച്ചൊന്നും വെക്കാറില്ല. നമ്മുടെ ചുക്കും ഈ കറുവപ്പട്ടയും ഉലുവാപ്പൊടിയും, ഉലുവയായിരുന്നു സാധാരണ ഇടുന്നത്, ഇന്ന് ഞാൻ ഉലുവാപ്പൊടിയാണ് ഇട്ടത്. പിന്നെ കുറച്ച് കരിപ്പൊട്ടി എടുക്കാനായിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ്. പക്ഷേ ശർക്കരയായിപ്പോയി, മാറിപ്പോയി. നല്ല ശർക്കരയായിരുന്നു ഇപ്രാവശ്യം കിട്ടിയത്. അപ്പോൾ അത് നല്ല പച്ച കളറുണ്ടായിരുന്നു. അങ്ങനെ ശർക്കരയായിരുന്നു ചേർത്തത്. കരിപ്പൊട്ടി ഉണ്ട് എൻ്റെ കയ്യിൽ. അതെല്ലാം കൂടെ ചേർത്ത് നല്ലൊരു മസാല ചായ ഉണ്ടാക്കി. നല്ല ടേസ്റ്റായിട്ട്
ഞാൻ അത് ഉണ്ടാക്കാറുണ്ട്. ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടമാണ് മസാല ചായ. പിന്നെ ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ. കരിഞ്ജീരകവും ചേർക്കാറുണ്ട്. മല്ലി ഇല്ല എൻ്റെ കയ്യിൽ, അപ്പം ഞാൻ മല്ലി ഇടാറില്ല. ബാക്കി എല്ലാ ഐറ്റംസും ചേർത്താണ് നമ്മുടെ ഈ മസാല ചായ ഉണ്ടാക്കുന്നത്. അതും ഈ ചൂട് പലഹാരങ്ങളും കൂടെ കൂട്ടി കഴിക്കാമെങ്കിൽ നല്ലൊരു മഴ സമയത്തൊക്കെ കഴിക്കാൻ നല്ല പറ്റിയൊരു ചായയാണ് ഈ മസാല ചായ. ഈ മസാല ചായയിലെ ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണങ്ങളെല്ലാം ഡോക്ടർ അതിൽ പറയുന്നുണ്ട്. ഞാൻ ഈ ഡോക്ടറുടെ ഞാൻ നേരത്തെ അല്ല, ഈ TV ചാനലിലൊക്കെ പ്രോഗ്രാമിലൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അന്ന് തൊട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് ആ പ്രോഗ്രാമൊക്കെ നിന്ന് കഴിഞ്ഞപ്പം ഈ ഡോക്ടറെക്കുറിച്ച് ഒരറിവില്ലായിരുന്നു. എങ്ങനെ വനിതകളിലൊക്കെ ഞാൻ കുറേയൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. അവരെന്തെങ്കിലുമൊക്കെ ഇടുന്ന ഹെൽത്ത് ടിപ്സിനെ ഒക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ ഞാൻ ഒരു ദിവസം എവിടെയോ യൂട്യൂബ് ചാനലിൽ കണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ വീഡിയോകളും കാണാറുണ്ട്. നല്ല ഒരുപാട് പ്രയോജനമുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു തരാറുണ്ട്. ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും ഗുണഗണങ്ങളെല്ലാം പറഞ്ഞാണ് എല്ലാം ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചാനലാണത്. അപ്പം ഞാൻ ഇതെല്ലാം എടുത്ത് കേൾക്കും. 1-2 പ്രാവശ്യം ചെയ്യും, പിന്നെ അങ്ങനെ വിട്ടുപോകും, മറന്നു പോകും. അങ്ങനെയൊക്കെയാണ്. ചിലതൊക്കെ നല്ല ഇതായിട്ട് ഓർമ്മയിലിരുന്ന് ചെയ്യാറുണ്ട്. ചില സൂപ്പുകൾ ഉണ്ടാക്കുന്നത്, മസാല ചായ, ലഡു, അതുപോലെയൊക്കെയുള്ള ഒരുപാട് ഞാൻ ചെയ്യാറുണ്ട്. എള്ളുണ്ട കൊണ്ടുള്ളത്, പിന്നെ സൂപ്പ്, അതൊക്കെ ഞാൻ ചെയ്ത് നോക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ സ്ത്രീകൾ നമ്മുടെ ഹെൽത്തിന് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാറില്ല. ശരിക്കും അങ്ങനെയല്ല. നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് നമ്മൾ സ്ത്രീകളാണ്. അപ്പം നമ്മൾക്ക് ഹെൽത്തി ആയിട്ടിരുന്നില്ലെങ്കിൽ വീടിൻ്റെ താളം തന്നെ തെറ്റിപ്പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ ആരോഗ്യ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം.